രാത്രികാലങ്ങളിൽ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ദീർഘദൂര ബസ്സുകൾ നിർത്തണം. എന്നാൽ സൗകര്യമില്ലെന്നറിയിച്ച് KSRTC. രാത്രി 8 മണി മുതൽ രാവിലെ 6 മണി വരെ സ്ത്രീകളും മുതിർന്ന പൗരന്മാരും ഭിന്നശേഷിക്കാരും ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ബസ് നിർത്തണമെന്ന് സർക്കുലർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ദീർഘദൂര മൾട്ടി ആക്സിൽ AC സൂപ്പർ ഡീലക്സ്, സൂപ്പർ എക്സ്പ്രസ് ബസ്സുകൾ നിർത്താനാകില്ലെന്ന് പറയുകയാണ് KSRTC മാനേജിംഗ് ഡയറക്ടർ. അതായത് ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം നടപ്പാക്കുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ് എന്നാണ് KSRTC മാനേജിംഗ് ഡയറക്ടർ മനുഷ്യാവകാശ കമ്മീഷനെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത് ദീർഘദൂര യാത്രക്കാർക്ക് അസൗകര്യമാണെന്നും നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടെന്നും ഇത്തരം സർവീസുകൾ നിർദ്ദിഷ്ട സ്ഥലങ്ങളിലല്ലാതെ നിർത്തുന്നതല്ലെന്നും KSRTC കമ്മീഷനെ അറിയിച്ചു. പാലക്കാട് വാളയാർ റൂട്ടിൽ 14-ാം കല്ലിൽ ബസ്സുകൾ നിർത്താറില്ലെന്ന് പരാതിപ്പെട്ട് സമർപ്പിച്ച പരാതിയിൽ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥ് ആവശ്യപ്പെട്ട റിപ്പോർട്ടിലാണ് KSRTC നിലപാട് അറിയിച്ചത്. വാളയാർ പാലക്കാട് റൂട്ടിൽ രാത്രികാലങ്ങളിൽ ഓർഡിനറി ബസ് സർവീസുകൾ ഏർപ്പെടുത്താനുള്ള സാധ്യത പരിശോധിക്കണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. ഇതിനാണ് മറുപടിയുമായി ഇപ്പോൾ മാനേജിംഗ് ഡയറക്ടർ തന്നെ എത്തിയിരിക്കുന്നതും. അതേസമയം KB ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ അടിമുടി പരിഷ്കാരങ്ങൾ തന്നെയാണ് KSRTCയിൽ കൊണ്ടുവന്നത്. കൂടുതൽ ബസ്സുകളും റൂട്ടുകളും ഒക്കെ ഉൾപ്പെടുത്തി വരുമാനം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് KSRTC നീക്കം നടത്തുന്നത്. അതിനാൽ തന്നെ KSRTC ബസ്സുകളിലേക്ക് യുവാക്കളെ കൂടുതൽ ആകർഷിക്കാനുള്ള പദ്ധതിയടക്കം ഇപ്പോൾ അണിയറയിൽ പുരോഗമിക്കുന്നുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് ഒരു പുതിയ ആപ്പാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ടിക്കറ്റ് ബുക്കിങ്ങിനായി നിലവിൽ സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും യാത്രക്കാർ അതിൽ സംതൃപ്തരല്ല. റീഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാലതാമസം വരുന്നതും ബുക്കിംഗിൽ പ്രശ്നങ്ങൾ നേരിടുന്നതുമാണ് പലരെയും KSRTC ബുക്കിംഗ് സൈറ്റുകളിൽ നിന്ന് അകറ്റുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കാനാണ് പദ്ധതി. ഉപഭോക്തൃ സൗഹൃദ ആപ്പ് നിർമ്മിച്ച് യുവതലമുറയെ KSRTCയിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്ന ലക്ഷ്യവും പുതിയ നീക്കത്തിന് പിന്നിലുണ്ട്. ആപ്പുമായി കണക്ട് ചെയ്ത് KSRTC ബസ്സുകൾ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഉൾപ്പെടുത്താനും പദ്ധതിയുണ്ട്. യാത്രക്കാരുടെ സമയം ലാഭിക്കാനും കാത്തുനിൽപ്പ് ഒഴിവാക്കാനുമൊക്കെ ഇതുവഴി സാധിക്കും. റെയിൽവേ ഈ സൗകര്യം വളരെ മുമ്പ് തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ചില ഇതര സംസ്ഥാന ബസ്സുകളിലും ഈ ട്രാക്കിംഗ് സംവിധാനമുണ്ട്. അതുമാത്രമല്ല, നിലവിൽ KSRTC സ്റ്റാൻഡുകളിൽ ബസ് സമയം ചോദിച്ചറിയുകയാണ് ഏക വഴിയായിരുന്നത്. യാത്രക്കാർക്ക് എളുപ്പത്തിൽ ബസിന്റെ സമയക്രമം അറിയാൻ ഡിസ്പ്ലേ സ്ക്രീനിൽ സ്ഥാപിക്കാൻ KSRTCക്ക് പദ്ധതിയുണ്ട്. ഈ ഡിസ്പ്ലേ ബോർഡുകളിൽ പരസ്യം നൽകി വരുമാനം ഉണ്ടാക്കാമെന്ന സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കുറഞ്ഞ നിരക്കിൽ ശാസ്ത്രീയമായി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനായി KSRTC ഡ്രൈവിംഗ് സ്കൂൾ ഇക്കഴിഞ്ഞ നാളിൽ ആരംഭിച്ചിരുന്നു. 23 സ്ഥലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഡ്രൈവിംഗ് പഠനത്തിന് അവസരം ഒരുക്കിയത്. സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളെ അപേക്ഷിച്ച് ഫീസ് 40% നിരക്കിൽ കുറവുണ്ട്. കാറും ഇരുചക്ര വാഹനവും പഠിപ്പിക്കുന്നതിന് 11,000 രൂപയാണ് ഫീസ്. കാർ മാത്രം പഠിക്കുകയാണെങ്കിൽ 9,000 രൂപയാണ് ഫീസായി ഈടാക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.